അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക, അവനോട് മാത്രം സഹായം ചോദിക്കുക എന്നുള്ള കാര്യമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനം ചെയ്ത്. ഇന്ന് സമസ്തക്കാർ എന്താണ് പ്രബോധനം ചെയ്തിട്ടുള്ളത്? അള്ളാഹുവിനെ വെച്ചിട്ടായിരിക്കും അവരുടെ ഡയലോഗ് മൊത്തം ഉണ്ടാവുക. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടോന്ന് അറിയില്ല. എപ്പോ അള്ളാന്നായിരിക്കും അവരുടെ ഡയലോഗ്. ഇത് പണ്ടേ അവരുടെ ഉപ്പാപ്പ പറഞ്ഞതാണ്. ആദ്യ നബിക്ക് സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഇബ്ലീസ് പറഞ്ഞു സുജൂദ് അള്ളാഹുവിന് മാത്രം. ഫസ്റ്റ് ലഹു ആദ്യ നബിക്ക് സുജൂദ് ചെയ്യും. ഞാനാണ് സുജൂദ് നിനക്ക് മാത്രം. പ്രാർത്ഥന അള്ളാഹുവിന് മാത്രം. എന്നിട്ട് പ്രാർത്ഥന അള്ളാഹിനോട് മാത്രം എന്ന് പറയുന്ന വിദേഹത്തുകാര് ഖതീബ് ഉസ്താദ് നിസ്കാരം കഴിഞ്ഞിട്ട് അള്ളാഹുമ്മ എന്ന് പറയുമ്പോൾ കണീറ്റ് പോയിട്ടുണ്ടോ? ശരിക്കും പറഞ്ഞാല് തവസ്സുലും ഇസ്തിഗാസയും ഇതൊക്കെ പറഞ്ഞാല് അള്ളാഹുവിനെ അംഗീകരിച്ചിട്ട് ചെയ്യുന്നതാണല്ലോ. അള്ളാഹ് കൊടുത്ത കഴിവ്. ഇപ്പൊ ഒരു ഡോക്ടർ എടുത്ത് ഒരു രോഗം ഇങ്ങനെയാണ്, നിങ്ങൾ ഇടപെട്ടിട്ട് എങ്ങനെയെങ്കിലും ഈ രോഗം മാറ്റി തരണം എന്ന് പറഞ്ഞാൽ മുജാഹിദുകാരുടെ ഭാഷയിൽ ശിർക്കാ. വാക്സിൻ കുത്തൽ ശിർക്കാന്ന് പ്രസംഗിച്ച മുജാഹിദുകാരുണ്ട്. ഉള്ള ബാക്കി എന്താ പറയേണ്ടത്? എന്തുകൊണ്ട് അള്ളാഹ് ഇല്ലാത്ത ഒരാളോട് സഹായം ചോദിച്ചില്ലേ? അപ്പൊ ഒരാളോട് നമ്മൾ ചോദിക്കാണ്, ഒരാൾ ബാത്റൂമിൽ കുളിക്കാൻ ഇറങ്ങി, വെള്ളം തീർന്നു. അപ്പൊ ഇയാൾ എന്താ ചെയ്യൽ? അള്ളാഹ് മോട്ടർ ഇടുന്ന പറയല് എന്താ പറയാ? അപ്പൊ അവര് മാറ്റും, അവരുടെ വാദത്തെ മാറ്റും.